നടനെന്ന പോലെ തന്നെ സംവിധായകൻ എന്ന നിലയിലും ശ്രദ്ധ നേടിയ ആളാണ് ദിലീഷ് പോത്തൻ. മഹേഷിന്റെ പ്രതികാരം, ജോജി, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും തുടങ്ങിയ നിരവധി സിനിമകളിൽ നിരൂപക പ്രശംസ നേടിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ ഒരു സിനിമ ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ സിനിമ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ. എക്സിൽ ആരാധകരോട് സംവദിക്കവേ ആണ് ആന്റണി സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവിട്ടത്. ഷിബു ബേബി ജോണാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ആസിഫ് അലിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ തരുൺമൂർത്തി ഒരുക്കുന്ന സിനിമയുടെ ഷൂട്ടിലാണ് മോഹൻലാൽ. തുടരും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് അതിമനോഹരം. ചിത്രത്തിൽ മോഹൻലാൽ പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. ടി.എസ്. ലവ് ലെജൻഡ് എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. പോലീസ് വേഷത്തിലാണ് മോഹൻലാൽ സിനിമയിലെത്തുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണിത്. ദൃശ്യം 3 ആണ് ഇനി പുറത്തിറങ്ങാനുള്ള മോഹൻലാൽ ചിത്രം. മെയ് 21-ന് സിനിമ പുറത്തിറങ്ങും. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരുന്നു.